KSRTC ഡ്രൈവറുമായി നടു റോഡിലെ തർക്കത്തിൽ വാഹനം കുറുകെ നിർത്തിയില്ല എന്ന മേയറുടെ വാദം പൊളിയുന്നു. വാഹനം കുറുകെ നിർത്തി ഗതാഗത തടസ്സമുണ്ടാക്കി ഡ്രൈവറുമായി തർക്കിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതല്ല തർക്കത്തിന് കാരണമെന്നും ലൈംഗിക ചേഷ്ട കാണിച്ചതാണ് പ്രശ്നമെന്നും മേയർ പറഞ്ഞു. ഡ്രൈവർ യദുവിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിനും അപകടകരമായി വാഹനം ഓടിച്ചതിനും മുൻപും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതായിരുന്നു KSRTC തർക്കത്തിൽ മേയറുടെ വാക്കുകൾ. എന്നാൽ സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഈ വാദങ്ങൾ തള്ളുന്നതാണ്. KSRTCക്ക് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും സിഗ്നൽ കടന്ന് സീബ്ര ലൈനിന് കുറുകെ വാഹനം നിർത്തിയതിനും ട്രാഫിക് നിയമപ്രകാരം മേയർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. എന്നാൽ അക്കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. പകരം യദുവിനെതിരെ മാത്രമാണ് കേസെടുത്തത്. സംഭവം വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കമല്ലെന്നാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 2017-ലും 2022-ലും KSRTC ഡ്രൈവറായ യദു കൃഷ്ണനെതിരെ ലൈംഗിക ചുവയോടെ പെരുമാറിയതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. യദു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു എന്ന പദത്തിലും മേയർ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ മേയർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് യദു കൃഷ്ണന്റെ മറുപടി. മേയറുടെ പരാതിയിൽ വീട്ടിലെത്തി പോലീസ് മൊഴി ശേഖരിച്ചു. നിലവിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതേസമയം മേയർക്കെതിരെ കേസെടുക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടന തീരുമാനിച്ചു. ഇതിനു പുറമെ നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.